ഹലോ ഗൈസ്, ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്ത് നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയായിട്ടുള്ള മനോഹരമായ ആമ്പൽപ്പാടമായ മലരിക്കിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. വർഷത്തിൽ 3-4 മാസം മാത്രം കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയാണ് മലരിക്കലെ ആമ്പൽപ്പാടം എന്ന് പറയുന്നത്. ആമ്പൽപ്പാടത്തിലേക്കുള്ള യാത്രാമധ്യയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നത് തോടിന് കുറുകെയുള്ള മനോഹരമായ ബ്രിഡ്ജാണ്. കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് പോകുന്ന വഴിയുള്ളതാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ മലരിക്കലെത്തി. മലരിക്കൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യങ്ങളൊക്കെയുണ്ട്. പാർക്കിംഗ് ഫീ ആയിട്ട് 50 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് 2 വീലറൊക്കെ ആണെങ്കിൽ. മഴക്കാലത്തിന് ശേഷം ജൂലൈ ഓഗസ്റ്റോടെയാണ് മലരിക്കൽ ആമ്പൽ സീസൺ ആരംഭിക്കുന്നത്. ഒക്ടോബറിൽ കൃഷി സീസൺ ആരംഭിക്കുന്നതോടെ പാടത്തെ വെള്ളം വറ്റിച്ച് നെല്ല് വിതയ്ക്കും. വർഷത്തിൽ ഏറിയാൽ 4 മാസമൊക്കെ ഈ ആമ്പലിൻ്റെ കാഴ്ച ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ആമ്പൽപ്പാടം ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് വള്ളത്തിൽ കയറേണ്ടി വരും. വള്ളത്തിൽ കയറുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. യമഹ പിടിപ്പിച്ച വള്ളങ്ങളുമുണ്ട്. അതിന് 1 മണിക്കൂറിന് 1000 രൂപയാണ്. കൊയ്ത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പാടത്ത് വെള്ളം കയറ്റുന്നവരോടാണ് ആമ്പൽ വിരിഞ്ഞു തുടങ്ങുന്നത്. 2600 ഏക്കറോളമാണ് പാടത്തിൻ്റെ വിസ്തൃതിയുള്ളത്. 1800 ഏക്കറുള്ള ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിൻ്റെ മലരിക്കൽ ഭാഗത്തും 820 ഏക്കറുള്ള തിരുവായ്ക്കര പാടത്തുമാണ് ആമ്പൽ വിരിയുന്നത്. ഇപ്പോൾ തിരുവായ്ക്കരി ഭാഗത്താണ് കൂടുതൽ ആമ്പൽ കാഴ്ചയുള്ളത്. വള്ളത്തിൽ അരമണിക്കൂർ പോയാലാണ് ഇപ്പോൾ കൂടുതൽ ആമ്പൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഗൈസ്, ഞാൻ എന്തായാലും ഒരു വള്ളത്തിൽ കയറി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഞാനും വള്ളക്കാരനും മാത്രമേ വള്ളത്തേലുള്ളൂ. വള്ളത്തിൻ്റെ റേറ്റ് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ ഒരാൾക്ക് 100 രൂപ എന്നാണ് പറഞ്ഞത്. 5 പേരുണ്ടെങ്കിൽ ആൾക്ക് 100 രൂപ വെച്ച് 500 രൂപയാകും. ആളെനിക്കൊരു ആമ്പൽപ്പൂവൊക്കെ എനിക്ക് പറിച്ചു തന്നു. ആമ്പൽപ്പൂക്കളുടെ ഇടയിലൂടെ വള്ളത്തേലുള്ള ഇങ്ങനത്തെ ഒരു യാത്രയെന്ന് പറയുന്നത് വളരെ അവിസ്മരണീയമായ ഒരു യാത്രയാണ്. നമുക്ക് വർഷത്തിൽ 3-4 മാസം മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള 8 മാസവും ഈ കാഴ്ചകൾ അന്യമാണ്. ഇവിടെ വെള്ളം കയറ്റി പാടത്ത് കൃഷി ഇറക്കുന്ന സമയമൊക്കെയാണ്. കൃഷി ഇറക്കാത്ത സമയത്ത് മാത്രമേ ഈ ആമ്പലിൻ്റെ ഈ കാഴ്ചയുള്ളൂ. ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു കുളിർമയുണ്ടാകും. ആദ്യമുണ്ടായ പൂക്കൾ മഴ വന്ന് വെള്ളം കയറിപ്പോയി രണ്ടാമതുണ്ടായി വരുന്നതാണിവ. രണ്ടാമത്തെ മഴ കൂടി കഴിഞ്ഞാൽ ജൂലൈ 15 ആകുമ്പോൾ ഓക്കെയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വരുന്നതിന് കുഴപ്പമില്ല. എല്ലാവരെയും അറിയിച്ച് കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അവിടെ വരെ പോയി തിരികെ വരുന്നതിന് വള്ളത്തിന് ഏകദേശം 1000 രൂപയാകും. ഒരു വള്ളത്തിൽ 5-6 പേർക്ക് യാത്ര ചെയ്യാം. ഫോട്ടോഷൂട്ടിനാണെങ്കിൽ ഇതിലും റേറ്റ് കൂടും. അപ്പോൾ ഗൈസ് നോക്കൂ, എത്ര മനോഹരമാണ് ആമ്പൽപ്പൂവിൻ്റെ കാഴ്ച. അതിൻ്റെ ഇടയിലൂടെ വള്ളമൊക്കെ തുഴഞ്ഞു പോകുന്നത് വളരെ അവിസ്മരണീയമായിട്ടുള്ളൊരു അനുഭവമൊക്കെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രധാനമായി വരുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ആയിട്ടാണ്. ഈ ആമ്പൽപ്പൂക്കളൊക്കെ കയ്യിലൊക്കെ പിടിച്ച് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. സീസണൊക്കെ ഇപ്പോൾ തീരാറായി. ആമ്പലിൻ്റെ കാഴ്ചയൊക്കെ അധികം താമസിക്കാതെ തന്നെ തീരുന്നതാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് കൃഷി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സാകും. അതിനാൽ നേരത്തെ തന്നെ എല്ലാവരും പോയി കാഴ്ചയൊക്കെ കാണുക.